like a Hellcat. Hi friends, welcome to AZZUS Kitchen. ഇന്ന് നമുക്ക് ഒരു നാടൻ സ്റ്റൈലിൽ ബീഫ് ഫ്രൈ ഉണ്ടാക്കാം. വളരെ ടേസ്റ്റിയാണ്, നാടൻ രുചിയാണ്, എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയ ഒരു ബീഫ് ഫ്രൈ ആണ്. അപ്പോൾ നിങ്ങൾ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻസ് ഇടുക. അപ്പോൾ നമുക്ക് എന്തെല്ലാം ഇൻഗ്രീഡിയൻസ് വേണമെന്ന് നോക്കാം. അപ്പോൾ ഞാനിവിടെ ഒരു 1/2 കിലോ ബീഫാണ് ഇവിടെ തയ്യാറാക്കാൻ പോകുന്നത്. അതിനാവശ്യമായ ഇൻഗ്രീഡിയൻസാണ് ഞാൻ എടുത്തിട്ടുള്ളത്. 1/2 കിലോ ബീഫ് ഞാൻ മഞ്ഞൾപ്പൊടി, ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു 3 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ ഗരം മസാല പൗഡർ, ആവശ്യത്തിന് ഉപ്പും ചേർത്തിട്ട് ഒരു കുക്കറിൽ 1 ടീസ്പൂൺ മാത്രം വെള്ളം ഒഴിച്ചിട്ട് ഒരു 5 വിസിലടിച്ച് വേവിച്ച് വെച്ചിട്ടുള്ളതാണ്. ഒരു 1/4 ഭാഗം വേവ്, നിങ്ങളങ്ങനെ 1/4 ഭാഗം വേവിച്ചെടുക്കണം ആദ്യം. ഇത് 1/2 കിലോ ബീഫാണ്. പിന്നെ 3 ചെറിയ സവാള ഞാനിവിടെ നീളത്തിൽ സ്ലൈസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു ടേബിൾ സ്പൂൺ കുരുമുളക് പൊടിയുണ്ട്. പിന്നെ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് 1.5 ടേബിൾ സ്പൂൺ ഉണ്ട്. പിന്നെ പച്ചമുളകും കറിവേപ്പിലയും കൂടെ അരച്ചത്, ഒരു 4 പച്ചമുളകാണ് ഞാൻ എടുത്തിട്ടുള്ളത്. 4 പച്ചമുളകും കറിവേപ്പിലയും കൂടെ അരച്ചിട്ടുള്ളത് ഒരു 1.5 ടേബിൾ സ്പൂൺ ഉണ്ട്. പിന്നെ ഒരു 1/2 കപ്പോളം തേങ്ങാക്കൊത്ത്, ഇത് ചേർത്തിട്ടാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ ഞാൻ ആദ്യം ഒരു അടുപ്പത്തൊരു ചീനച്ചട്ടി വെച്ചിട്ടുണ്ട്. അതിൽ 4 ടേബിൾ സ്പൂൺ ഞാൻ വെളിച്ചെണ്ണ ചേർത്തിട്ടാണ് ഈ ഫ്രൈ ഉണ്ടാക്കുന്നത് കേട്ടോ. വെളിച്ചെണ്ണ ഒഴിച്ചിട്ടാണ്, 4 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. ഇനി ഇതിൽ നമുക്ക് സവാള ഇട്ട് കൊടുക്കണം. സവാള ഇട്ടിട്ട് ഈ സവാള ഒരു 1/4 ഭാഗം മുരിച്ചെടുക്കുന്നുണ്ട്. ആദ്യം നമുക്ക് ഈ സവാളയാണ് ഒന്ന് മുരിച്ചെടുക്കേണ്ടത്. അപ്പോൾ അതിനായിട്ട് ഞാൻ ഈ സവാള ഈ എണ്ണയിലേക്ക് ഇട്ടിട്ടുണ്ട്. ഇത് ഒരു ലേശം ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. സവാള ഇതുപോലെ ഒരു ഗോൾഡൻ കളറായി വരുമ്പോൾ നമുക്ക് കോരി മാറ്റി വയ്ക്കാം കേട്ടോ. സവാള ഇതാ ഒരു ലൈറ്റ് ഗോൾഡൻ ബ്രൗൺ കളറായപ്പോൾ ഞാൻ കോരി വെച്ചിട്ടുണ്ട്. ഇനി സെയിം എണ്ണയിലേക്ക് തന്നെ നമുക്ക് തേങ്ങാക്കൊത്തുകൾ ഇട്ട് കൊടുക്കാം. ഇതും ഒരു ഗോൾഡൻ കളറാണ് അവർ വഴറ്റണേ. തേങ്ങാക്കൊത്തും ഒരു ലൈറ്റ് ബ്രൗൺ കളർ ആയിട്ടുണ്ട്. നമുക്കിനി ഇത് കോരിയെടുക്കാം കേട്ടോ. ഇനി തേങ്ങാക്കൊത്ത് കോരിയെടുത്ത് കഴിഞ്ഞാൽ ആ എണ്ണയിലേക്ക് നമുക്ക് ബീഫ് ഇട്ട് കൊടുക്കാം. നമുക്ക് ഒരു 10 മിനിറ്റോളം ബീഫ് കുറച്ച് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് വേവിച്ചെടുക്കാം കേട്ടോ. കാരണം അതിൽ വെള്ളമൊക്കെ ഒന്ന് വറ്റണം. അപ്പോൾ അതിന് വേണ്ടി ഒരു 10 മിനിറ്റ് നമുക്ക് ഹൈ ഫ്ലെയിമിൽ വയ്ക്കാം. ഇപ്പോൾ ബീഫ് ഇവിടെ വെള്ളമെല്ലാം വറ്റി ഒന്ന് ഡ്രൈ ആയി തുടങ്ങിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഈ സമയത്ത് 10 മിനിറ്റ് കഴിഞ്ഞു. ഇനിയിപ്പോൾ നമുക്ക് ജിഞ്ചർ ഗാർലിക് പേസ്റ്റും പച്ചമുളകും വേപ്പിലയും കൂടെ അരച്ച പേസ്റ്റും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇത് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായി ഒന്ന് വരട്ടിയെടുക്കണേ. ഇപ്പോൾ ഒരു 10 മിനിറ്റ് ആയിട്ടുണ്ട് ലോ ഫ്ലെയിമിൽ. മസാലയൊക്കെ ഇതിൽ നന്നായി പിടിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ലേശം കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കാം. പിന്നെ നമ്മൾ നേരത്തെ വറുത്ത് വെച്ച സവാളയും ഇതും കൂടെ ഒന്ന് ചേർക്കണം. എന്നിട്ട് ഉപ്പ് ആവശ്യമുണ്ടെങ്കിൽ ഉപ്പും കൂടെ ചേർത്തിട്ട് ഒരു 5 മിനിറ്റ് ഇതിലൊന്നും കൂടെ നമുക്ക് വേവിച്ചെടുക്കാം. നന്നായി ഇളക്കി കൊടുക്കുക. അതിനുശേഷം മൂടി വെച്ചിട്ട് 5 മിനിറ്റ് നമുക്ക് വേവിക്കണം. അപ്പോൾ നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ കുറച്ച് ഉപ്പും കൂടെ വേണമെന്നുണ്ടെങ്കിൽ ഈ സമയത്ത് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇപ്പോൾ നമ്മുടെ ഇത് ഇവിടെ റെഡിയായി തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മൾ നേരത്തെ പൊടിച്ച് വെച്ചിരുന്ന കുരുമുളക്, ഇതാണ് ഇതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ്, ഇത് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇതിലോട്ട് ചേർത്തിട്ട് നന്നായി ഒന്ന് ഇളക്കുക. ഇനി ഒരു 1/2 ടീസ്പൂൺ ഗരം മസാല പൗഡറും കൂടെ നമുക്ക് ചേർത്തിട്ട് ഒന്ന് ഇളക്കിയതിന് ശേഷം ഓഫ് ചെയ്യുക കേട്ടോ. ഇപ്പം നമ്മുടെ നാടൻ ബീഫ് വരട്ടിയത് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇപ്പോൾ ആ കുരുമുളകിൻ്റെ ഫ്ലേവറും ഇതൊക്കെ നന്നായി പിടിച്ചിട്ടുണ്ട്. നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് സെർവിങ് ഡിഷിലേക്ക് മാറ്റാം. ഇപ്പോൾ ഇതാ നമ്മുടെ നാടൻ ബീഫ് ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അഡീഷണൽ ആയിട്ടുള്ള ഒരു ഇൻഗ്രീഡിയൻസും ചേർക്കുന്നില്ല. നമ്മൾ സാധാരണ ചേർക്കുന്ന ഐറ്റംസ് ചേർത്തുകൊണ്ട് തന്നെയാണ് തയ്യാറാക്കിയിട്ടുള്ളത്. വളരെ ടേസ്റ്റിയാണ്. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻസ് ഉണ്ടെങ്കിൽ അതിടുക. താങ്ക് യു. AZZUS Kitchen. Please don't forget to subscribe.